വിജിലൻസ് തിരിഞ്ഞും മറഞ്ഞും തുറന്നും അകന്നും ഒക്കെ അന്വേഷിച്ചു. ഒരു വസ്തുവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കേസ് തള്ളാം. അത് പറ്റില്ല, സതീശൻ നമുക്ക് വീഴ്ത്തണം. സതീശന്റെ പേഴ്സണൽ അക്കൗണ്ടിലോ പാർട്ടി അക്കൗണ്ടിലോ ബന്ധുക്കളുടെ അക്കൗണ്ടിലോ ഒന്നും മാസപ്പടിയോ പൈസ ഒന്നും വന്നിട്ടില്ല. മറ്റേതങ്ങനെയല്ല, മാസപ്പടി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളുടെ CBI കേസ് 40 തവണ മാറ്റിവെച്ച് സുപ്രീം കോടതിയിലുണ്ട് ലാവലി. 40 തവണ BJP സർക്കാരിന്റെ CBIയുടെ സൗജന്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു കേസാണ്. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ സതീശനെ ഒതുക്കുമായിരുന്നു എന്നുള്ളത്. പുനർജനിയോ ഏതെങ്കിലും കേസ് 10 വർഷം അവർ ഭരിച്ചിട്ട് ഒരു കേസ് കണ്ടെത്തിയില്ലല്ലോ. ഇനി മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് അഴിമതി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തോട്ടെ, നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ഇത് നിലനിൽക്കുന്നതല്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്നത്തെ LDF സർക്കാർ സതീശനെ ഇപ്പൊ വീഴ്ത്താം അല്ലെങ്കിൽ സതീശന്റെ ഉത്തരം മുട്ടിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു പുനർജനി വിവാദം. അത് വലിയ രീതിയിൽ ആ ഒരു സമയത്ത് CPM-ഉം LDF-ഉം പല വിഷയങ്ങളിൽ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ മറുവശത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സമൂഹത്തിലേക്ക് പുനർജനി എന്ന് പറയുന്ന ഒരു വിവാദം, പുനർജനിയുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നത്. അത് കേസ് വിജിലൻസിന് വിടുന്നു. ഇപ്പോൾ തന്നെ, കാര്യം അന്ന് ഭരിക്കുന്നത് LDF ആണ്, ഇപ്പോൾ തന്നെ എല്ലാം ശരിയാക്കി തരാം അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു. പുനർജനി കേസിന്റെ വിധി വന്നു, അല്ലെങ്കിൽ പുനർജനി കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സതീശൻ തെറ്റുകാരനല്ല എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനാകില്ല. ഭരണം മാറിയപ്പോൾ സതീശൻ അനുകൂലമായി നിലപാടെടുത്തെന്ന് പറയാൻ കഴിയില്ല. കാര്യം കേസ് വിജിലൻസിന് കൈമാറുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. അപ്പൊ അന്നൊന്നും ഒരു തെളിവും ഉണ്ടായിട്ടില്ല. ഇവിടെ സതീശന് ആശ്വാസമാണ്, പ്രതിപക്ഷത്തിന് ഉത്തരമില്ലാതായില്ലേ. അല്ല, ഒന്നാമത് സോളാർ കേസിനേക്കാളും വളരെ ദുർബലമായിരുന്നു പുനർജനി കേസ്. അതെന്താണ് എന്ന്, അത് നടന്നത് എന്നാണ് എന്നുകൂടി അറിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് തൻ്റെ മണ്ഡലത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും വിദേശ മലയാളികളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ CSR പോലെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പണം വാങ്ങി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിൽ 280 വീടുകൾ അങ്ങനെ സമാഹരിച്ച പണം കൊണ്ട് കൊടുത്തു. പുനർജനി എന്ന് പറയുന്ന പദ്ധതി. 35 വീടുകൾ മറ്റു രീതിയിൽ ഈ സ്പോൺസർഷിപ്പ് ആളുകൾ ഇപ്പോൾ ഇവിടെയും ചെയ്യുന്നുണ്ടല്ലോ, വയനാട്ടിലും അത് ചെയ്യുന്നുണ്ട്, സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് കൊടുക്കാം, അത് സാധാരണ ചെയ്യാറുള്ളതാണ്. ഈ പദ്ധതി വന്ന ഉടനെ തന്നെ വളരെ മാതൃകാപരമായി ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് പുനർജനി പദ്ധതി നടപ്പായത്. അപ്പം അന്ന് പ്രതിപക്ഷ നേതാവല്ല സതീശൻ. പക്ഷേ സതീശൻ എപ്പോഴും അസംബ്ലിയിൽ ഇവർക്കൊരു പെയിൻ ആണ്, എപ്പോഴും ഇവർക്കൊരു മുള്ളാണ്. അവിടെ സതീശനെ അങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്ന് തീരുമാനിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി. വിജിലൻസ് അന്വേഷിച്ചു. ആദ്യം വിജിലൻസ് കേസെടുക്കേണ്ടെന്ന് പറഞ്ഞു. പിണറായി വിജയന്റെ കീഴിലാണ് കഴിഞ്ഞ 8 വർഷമായി വിജിലൻസ് ഉള്ളത്. വിജിലൻസ് കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നെ വിജിലൻസിനെ കൊണ്ട് നിർബന്ധിച്ച് കേസെടുപ്പിച്ചു. വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഇതിൽ മണപ്പാട് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് കാശ് പിരിച്ചത്, 1,38,00,000. സതീശൻ ആ പൈസയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവർ തന്നെയാണ് വീട് വെച്ച് കൊടുത്തത്. ഇവർ പറഞ്ഞ സതീശൻ വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്നാണ്. വിജിലൻസ് തിരിഞ്ഞും മറഞ്ഞും തുറന്നും അകന്നും ഒക്കെ അന്വേഷിച്ചു. ഒരു വസ്തുവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കേസ് തള്ളാം. അത് പറ്റില്ല, സതീശൻ നമുക്ക് വീഴ്ത്തണം. കാരണം ഇവിടെ മാസപ്പടി അടക്കമുള്ള 100 കണക്കിന് വിവാദങ്ങൾ, മറ്റേ പ്രളയ ഫണ്ട് തട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പ് അടക്കം നിരവധി വിവാദങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൗണ്ടർ പറയണ്ടേ പുനർജനി, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. കേസിൽ ഒരു തെളിവും സതീശനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവസാനം ദേഷ്യം വന്ന് CBIക്ക് വിട്ടു. നമുക്ക് ഓർക്കേണ്ടത് സോളാർ കേസ് ഇതുപോലെ വിട്ടതാണ്. അവസാനം അരപ്പായ കടലാസിൽ സരിതയെ കൊണ്ട് പരാതി എഴുതി മേടിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം CBIക്ക് വിട്ടു. ഇത് കേട്ടാത്തൊന്നും ഇപ്പൊ CBI വന്നു. CBI അന്വേഷിച്ചിട്ട് എന്തുണ്ടായി? കാരണം തെളിവില്ലാത്ത കേസിൽ CBI എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ തീർച്ചയായിട്ടും ഇത് അതിനേക്കാൾ വളരെ ദുർബലമായൊരു കേസാണ്. സതീശന്റെ പേഴ്സണൽ അക്കൗണ്ടിലോ പാർട്ടി അക്കൗണ്ടിലോ ബന്ധുക്കളുടെ അക്കൗണ്ടിലോ ഒന്നും മാസപ്പടിയോ പൈസ ഒന്നും വന്നിട്ടില്ല. മറ്റേതങ്ങനെയല്ല, മാസപ്പടി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് സതീശനെതിരെ കേസ് CBIക്ക് വിട്ടു. CBI ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല. വിട്ടതും രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് CBI കേസ്, ഒരാളുടെ CBI കേസ് 40 തവണ മാറ്റിവെച്ച് സുപ്രീം കോടതിയിലുണ്ട് ലാവലി. 40 തവണ BJP സർക്കാരിന്റെ CBIയുടെ സൗജന്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു കേസാണത്. ആ കേസ് തെളിഞ്ഞാൽ, അല്ലെ ആ കേസിൽ ഇയാൾ വിചാരണ നേരിടുന്നു പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലെയല്ല,
ക്രിമിനൽ കേസ്, അഴിമതി കേസിൽ വിചാരണ നേരിടേണ്ടി വരും പിണറായി വിജയൻ. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ഇല്ലാത്തൊരു കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നു, സ്വാഭാവികമായും വിജിലൻസിന് അന്വേഷിച്ചിട്ട് ഒരു കേസും തുമ്പും പോലും കിട്ടിയില്ല. വിജിലൻസ് കേസ് അവസാനിപ്പിക്കാതെ വേറെ വഴിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നാൽ പ്രതിപക്ഷം പോയിട്ട് ഒരു കാര്യമില്ല. ഒരു 8 വർഷം അധികാരത്തിലിരുന്ന നിങ്ങൾ ഒരു FIR പോലും മര്യാദയ്ക്ക് ഇടാൻ കഴിയാതെ ഈ പൊതുപ്രവർത്തകർക്കെതിരായ വിജിലൻസിൽ ആദ്യം ഒരു പ്രൈമറി റിപ്പോർട്ട് വേണം, ആദ്യത്തെ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ട് പോലും ഇഫക്റ്റീവ് അല്ല. അത് ഇഫക്റ്റീവ് അല്ല എന്ന് വന്നപ്പോഴാണ് CBIക്ക് വിടാൻ തീരുമാനിച്ചത്. കാരണം ഇവിടുത്തെ കേസ് ഇവിടുത്തെ വിജിലൻസ് അന്വേഷിച്ച് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതും ഇനിയിപ്പോൾ UDF ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കേസ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സതീശന് വേണ്ടി ചെയ്തു, UDF ചെയ്തു. ഇതല്ലല്ലോ. 8 വർഷം പിണറായി വിജയൻ വിജിലൻസ് ഭരിക്കുന്ന കാലത്ത്, പിണറായി വിജയനെ കൂടി എല്ലാവരും ഭരിക്കുന്ന കാലത്ത് ആണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ എന്ത് വെള്ളമുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം മാസപ്പടി പോലെയുള്ള കേസുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വരെയുള്ളത് വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ ഈ പുനർജനി എന്നൊരു സാധനം എടുത്തിട്ട് നീട്ടി ഇവർക്ക് എവിടെയും പോകാൻ പറ്റില്ല. ആ വാദം പൊളിഞ്ഞു പോയി. തീർച്ചയായും അത് ആ കേസില്ല എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. സതീശൻ ഈ കേസിൽ കുറ്റക്കാരനല്ല എന്ന് 100%. വേറെ ഏതെങ്കിലും കേസ് വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി കേസുകൾ വരാം, ഏത് വേണി വരാം. പക്ഷേ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ സതീശനെ ഒതുക്കുമായിരുന്നു എന്നുള്ളത്. പുനർജനിയോ ഏതെങ്കിലും കേസ്. 10 വർഷം അവർ ഭരിച്ചിട്ട് ഒരു കേസ് കണ്ടെത്തിയില്ലല്ലോ. ഇനി മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് അഴിമതി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തോട്ടെ, നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ഇത് നിലനിൽക്കുന്നതല്ല. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പേരിൽ വരുന്ന കേസ് നോക്കുമ്പോൾ ഇതൊന്നും ആവില്ല എന്നാണ് പറയുക.